ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ഗസ സിറ്റിയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇത് വൻതോതിലുള്ള കുടിയിറക്കത്തിന് കാരണമാവുകയും ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഗാസ പിടിച്ചെടുക്കാൻ ഒടുവിൽ ഇസ്രായേൽ കരയുദ്ധം കൂടി ആരംഭിച്ചതിന് പിന്നാലെ ഗസയിൽ കനത്ത ബോംബ്, ഡ്രോൺ ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഇന്നലെ മാത്രം 100-ലേറെ പേർ നഗരത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ആക്രമണം ആരംഭിച്ച ശേഷം ഏറ്റവും കുറഞ്ഞത് 106 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും അതിൽ 91 പേർ ഗസ സിറ്റിയിൽ മാത്രമാണെന്നും മെഡിക്കൽ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുഴുവൻ പാർപ്പിട സമുച്ചയങ്ങളും നിലംപരിശാക്കപ്പെട്ട ദറാജ് മേഖലയിലുണ്ടായ ബോംബ് ആക്രമണത്തിൽ മാത്രം 20 പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് എമർജൻസി സർവീസ് റിപ്പോർട്ട് ചെയ്തത്. ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നില്ല എങ്കിൽ ഉടൻ തന്നെ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഒരു മാസം മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഗാസ സിറ്റിയിൽ കരസേനാ ഓപ്പറേഷന് അംഗീകാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു മുന്നറിയിപ്പ്. കൂടാതെ കഴിഞ്ഞ ദിവസം എക്സിൽ ഗാസ കത്തുന്നുവെന്ന് കാറ്റ്സ് കുറിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ശക്തമായ ആക്രമണം പ്രദേശത്ത് ആരംഭിച്ചത്. ഹമാസിനെ പരാജയപ്പെടുത്തി ബന്ദികളെ ഉടൻ മോചിപ്പിക്കുമെന്നും ഇതിനായി IDF ശക്തമായി പോരാടുകയാണെന്നും കാറ്റ്സ് പറഞ്ഞിരുന്നു. ഇസ്രായേൽ നിരന്തരമായ കുടിയിറക്ക ഭീഷണികളും അതുപോലെ ബോംബ് ആക്രമണങ്ങളും ഒക്കെ ശക്തമാക്കിയതിന് പിന്നാലെ ഗസ പട്ടണത്തിൽ നിന്ന് പകുതി പേരും പലായനം ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ആക്രമണങ്ങൾ തുടരുമ്പോഴും വടക്കൻ ഗസയിൽ ഇപ്പോഴും 10 ലക്ഷത്തിലധികം പലസ്തീനികൾ താമസിക്കുന്നുവെന്ന് ഗസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു. ഗസ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 13 ലക്ഷത്തോളം ആളുകളിൽ ഏകദേശം 1,90,000 പേർ തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്തതായും ഇസ്രായേൽ സൈന്യം സുരക്ഷിത മേഖലകളെന്ന് നിശ്ചയിച്ചിരുന്ന പ്രദേശങ്ങളിലെ ഗുരുതരമായ സാഹചര്യങ്ങൾ കാരണം 15,000 പേർ വടക്ക് ഭാഗത്തേക്ക് മടങ്ങിയതായും ഓഫീസ് അറിയിച്ചു. പലായനം ചെയ്യാൻ ഇസ്രായേൽ അനുവദിച്ച അൽ റഷീദ് പാതയിൽ നടന്നു നീങ്ങാൻ പോലും കഴിയാത്തത്ര തിരക്കാണ് അനുഭവപ്പെടുന്നത്. പലയിടങ്ങളിലും മൃതദേഹങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്ന അവസ്ഥയാണ്. മരണത്തെ മുഖാമുഖം കണ്ടാണ് പലായനം ചെയ്യുന്നവർ നീങ്ങുന്നത്. ഷെയ്ഖ് റിദ്വാൻ പോലുള്ള അയൽപക്കങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നാശത്തിന്റെ വ്യാപ്തി സൂചിപ്പിക്കുന്നുണ്ട്. മുഴുവൻ റെസിഡൻഷ്യൽ ബ്ലോക്കുകളും നിലംപരിശാക്കി അവശിഷ്ടങ്ങൾക്കിടയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈ സാധാരണക്കാർ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചുമന്നുകൊണ്ടാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. മെത്തകൾ, പുതപ്പുകൾ, ബാഗുകൾ എന്നിവയൊക്കെ വലിച്ചിഴക്കുന്ന കുടുംബങ്ങളെയും തലയ്ക്ക് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഇസ്രായേലി ഡ്രോണുകളെയും ഒക്കെ CNN പുറത്തുവിട്ട ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. 2 വർഷത്തെ യുദ്ധത്തിൽ പലസ്തീനികൾ നേരിട്ട ഏറ്റവും തീവ്രമായ ബോംബ് ആക്രമണമാണ് ഇതെന്നാണ് ഇപ്പോഴത്തെ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് ഈ ആക്രമണത്തെ ഭയാനകമെന്നാണ് വിശേഷിപ്പിച്ചത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊല അവസാനിപ്പിക്കണമെന്ന് ടർക്ക് ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച മനുഷ്യാവകാശ കൗൺസിലിലെ വിദഗ്ധ സംഘം ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തുകയാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇനി ഗാസ നഗരത്തിൽ 2000 മുതൽ 3000 വരെ ഹമാസ് പോരാളികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ ഇപ്പോഴും ഉണ്ടെന്ന് IDF കണക്കാക്കിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് പ്രാദേശിക ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനമാണെങ്കിലും ഇസ്രായേലിന്റെ സൈനിക നീക്കത്തിന് ഇപ്പോഴും ഒരു പ്രധാന തടസ്സമാണ്. പലായനം ചെയ്യുന്ന സാധാരണക്കാരുമായി തീവ്രവാദികൾ കൂടിച്ചേരാനുള്ള സാധ്യത ഇസ്രായേലി ഉദ്യോഗസ്ഥർ അംഗീകരിക്കുന്നുമുണ്ട്. ഒപ്പം ഇവരെ വേർതിരിച്ചറിയാനും ഇതോടെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. പ്രധാന പ്രദേശത്തേക്ക് കരസേന കൂടുതൽ ആഴത്തിൽ നീങ്ങുന്നുണ്ടെന്നും വരും ദിവസങ്ങളിൽ ഈ ഹമാസ് പോരാളികളെ നേരിടാൻ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിലെ ഇസ്രായേലി ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം ഏകദേശം 65,000 ഉയർന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 1,65,312 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.